ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ പരസ്പരം പഴിചാരി പ്രതിപക്ഷ പാർട്ടികൾ. ചില എംപിമാർ പണം വാങ്ങി വോട്ട് മറിച്ചെന്ന് പ്രതിപക്ഷ മുന്നണിക്കുള്ളിൽ ആരോപണം. 24 വോട്ടുകളാണ് പ്രതിപക്ഷ നിരയിൽ നഷ്ടമായത്. പ്രതിപക്ഷത്തിലെ വോട്ട് ചോർച്ച ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് NDAക്ക് ആത്മവിശ്വാസം നൽകുമെന്നും വിലയിരുത്തൽ. കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ. ജിഷ്ണു, പ്രതിപക്ഷ നേതൃനിരയിലെ വോട്ടുകൾ വലിയ വിള്ളൽ വീഴ്ത്തിക്കൊണ്ടാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA മിന്നുന്ന വിജയം നേടിയത്. നിലവിലുള്ള വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ അവർക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ പ്രതിപക്ഷത്ത് വലിയ വിള്ളൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അവർക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നു. അവർ തമ്മിൽ പരസ്പരം ഇപ്പോൾ പഴിചാരൽ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ. വിനോദ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന്റെ വിജയവും ഒപ്പം പ്രതിപക്ഷ സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിയുടെ പരാജയവും ഉറപ്പായിരുന്നു. അതായത് കൃത്യമായ ഒരു മേൽക്കൈ, വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങളുടെ എണ്ണത്തിൽ NDAക്കുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ച വോട്ടുകൾ നേടാൻ സാധിക്കാതെ, പ്രതിപക്ഷ നിരയിലെ മുഴുവൻ വോട്ടുകളും നേടിയെടുക്കാൻ സാധിക്കാതെ ഒരു നാണം കെട്ട പരാജയമാണ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിട്ടുള്ളത്. അതായത് വലിയ വീരവാദം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് വരെയും ജയറാം രമേശും മറ്റ് കോൺഗ്രസ് നേതാക്കളും ഇന്ത്യ മുന്നണി നേതാക്കളും നടത്തിയിരുന്നു. അതായത് 314 പ്രതിപക്ഷ അംഗങ്ങൾ, ഇന്ത്യ മുന്നണി അംഗങ്ങൾ, കൂടാതെ നിലവിൽ സഖ്യത്തിന് പുറത്തുള്ള ആം ആദ്മിയുടേതുൾപ്പെടെ 324 മുകളിൽ വോട്ടുകളാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ടത്. ആ വോട്ടുകൾക്ക് പുറമെ ഭരണപക്ഷത്ത് നിന്ന് ചില അപ്രതീക്ഷിത വോട്ടുകൾ കൂടി പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിക്കും എന്ന വലിയ വീരവാദം പ്രതിപക്ഷ നേതാക്കൾ മുഴക്കിയിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ സ്വന്തം മുന്നണിക്കുള്ളിലെ വോട്ടുകൾ പോലും സ്ഥാനാർത്ഥിക്ക് നേടിക്കൊടുക്കാൻ സാധിക്കാതെ, ഒരുമിച്ച് നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് കോൺഗ്രസിനുണ്ടായിട്ടുള്ളത്. അത് വലിയ വിമർശനം നിലവിൽ പൊതുസമൂഹത്തിൽ, രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ജനങ്ങൾക്കിടയിൽ വോട്ട് ചോരി എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് രാഹുൽ പ്രചാരണം നടത്തുമ്പോൾ ഈ MPമാർ, അതും തെരഞ്ഞെടുക്കപ്പെട്ട MPമാർ, ബാലറ്റ് വോട്ടിലൂടെ ചെയ്തിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ പോലും സ്വന്തം മുന്നണിക്കുള്ളിലെ മുഴുവൻ വോട്ടുകളും സ്ഥാനാർത്ഥിക്ക് ഉറപ്പാക്കാൻ സാധിക്കാത്ത രാഹുലും നേതാക്കളുമാണ് ജനങ്ങൾക്കിടയിൽ വോട്ട് ചോരിയെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന വലിയ വിമർശനം ഉയർന്നു. അതിന് പിറകെയാണ് ഈ ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസവും പരസ്പരം പഴിചാരുന്ന ആരോപണങ്ങളും പ്രതികരണങ്ങളും ഉണ്ടായിട്ടുള്ളത്. ചില MPമാർ പണം വാങ്ങി വോട്ട് മറിച്ചു എന്ന ആരോപണം പോലും മുന്നണിക്കുള്ളിൽ അടക്കം പറച്ചിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടാതെ മുന്നണിയെ നയിക്കാൻ കോൺഗ്രസിന് ശക്തിയില്ല എന്ന ആരോപണം തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ വീണ്ടും ആരോപിച്ചിട്ടുണ്ട്. ഈ വിഷയം നേരത്തെയും മമതാ ബാനർജി ഉന്നയിച്ചിട്ടുള്ളതാണ്. കോൺഗ്രസിനും രാഹുലിനും ഇന്ത്യ മുന്നണിയെ ഒരു ഒത്തൊരുമയോടുകൂടി നയിക്കാൻ സാധിക്കില്ല എന്ന പ്രചാരണം കൂടി, എന്ന അഭിപ്രായം കൂടി മുന്നണിക്കുള്ളിൽ ഉയരുന്നു. അത്തരത്തിലൊരു നാണം കെട്ട തോൽവി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിന് പിറകെ ഇന്ത്യ മുന്നണിക്കുള്ളിൽ പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും നേതാക്കൾ തമ്മിലുള്ള ചെളിവാരിയേറും തുടരുകയാണ്. വിനോദ്, തീർച്ചയായും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ത്യ സഖ്യത്തിനുള്ളിൽ വലിയ വിള്ളൽ ഉണ്ടാക്കിയിരിക്കുന്നു. അവരുടെ വോട്ടുകൾ പോലും NDA സ്ഥാനാർത്ഥി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് പ്രതിപക്ഷത്ത് വലിയ വിള്ളൽ ഉളവാക്കിയിരിക്കുന്നു. പരസ്പരം അവർ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.